ഒരു കലാകാരൻ ഇന്നലെയോ ഇന്നോ മൊട്ടി മുളച്ചുണ്ടാകുന്നതല്ല. ആഗ്രഹിക്കുന്ന കല അത് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന കഴിവിനെ, ആ കലയെ നിങ്ങൾ കഴിവേർത്തരം കാണിച്ച് നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള വ്ളോഗർമാർ അത് കണ്ടും കേട്ടും നിൽക്കുകയില്ല. ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, പത്തനംതിട്ടയിലെ ന്യൂ ഇയർ ദിനത്തില് പത്തനംതിട്ട ക്ലബ്ബ് നടത്തിയിരുന്ന മ്യൂസിക്കൽ ഫെസ്റ്റിവല് DJ പരിപാടി അവതരിപ്പിക്കാൻ വന്ന അഭിനവിന്റെ ലാപ്ടോപ്പ് അതിദാരുണമായിട്ട് കേരള പോലീസ് തട്ടിത്തെറിപ്പിച്ച് കാലുവെച്ച് ചവിട്ടി നശിപ്പിച്ച് അദ്ദേഹത്തിനെ വലിച്ച് ഇഴച്ച് ആ കാണികരുടെ മുന്നിൽ കൂടെ അപമാനിച്ച് ആ ന്യൂ ഇയർ ദിനത്തില്, ആ പുതുവർഷ ദിനത്തില് പോലീസ് സ്റ്റേഷനിൽ അവര് കുടുംബസമേതം മൊത്തം അവിടെ പോലീസ് സ്റ്റേഷനിൽ വരാന്തയിൽ കിടന്ന് അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ വളരെ മോശമായെന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. മനുഷ്യത്വം കാണിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു വേണ്ടത്. അവിടെ സമയം കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് അതിന്റെ നിയമ സംവിധാനമുണ്ട്. നമ്മുടെ കേരളത്തില് ഒരു പരിപാടി ഇന്ന സമയം വരെ നടത്താൻ പറ്റുള്ളൂ, അതൊക്കെ ശരി. പക്ഷെ നിങ്ങളുടെ ന്യായം അത് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനല്ല. ഒരു കലാകാരന്റെ, നിങ്ങൾക്ക് അവിടെ എത്രയോ സംഘാടകരുണ്ട്, അവിടെ ഉള്ള മാനേജ്മെന്റ് ഉണ്ട്, അവിടുത്തെ ക്ലബിലെ മാനേജർമാരുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. എന്തുകൊണ്ട്? ആനയോടുള്ള ദേഷ്യം പാപ്പാനോട് കാണിക്കുന്ന പോലെയാണല്ലോ നിങ്ങളുടെ പെരുമാറ്റം അപ്പൊ അവിടെ നടത്തിയിരിക്കുന്നത്. വളരെ സങ്കടം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പത്തനംതിട്ടയിൽ പുതുവത്സരാഘോഷത്തിനിടെ DJ ആർട്ടിസ്റ്റിന്റെ ലാപ്ടോപ്പ് പോലീസ് ചവിട്ടിത്തെറിപ്പിച്ചു. അഭിരാം സുന്ദർ എന്ന യൂട്യൂബറിന്റെ ലാപ്ടോപ്പാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ചവിട്ടിത്തെറിപ്പിച്ചത്. അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. മാതാപിതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു എന്നും തനിക്കെതിരെ പോലീസ് കേസെടുത്തെന്നും അഭിരാം സുന്ദർ 24-നോട് പറഞ്ഞു. വലിച്ചിഴച്ച് ഈ കുറ്റവാളികളെ കൊണ്ടുവന്നാണെങ്കിൽ ഇങ്ങനെ കോളറിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇഴച്ച് നേരെ ആൾക്കാരുടെ നടുക്കൂടെ എന്നെ ജീപ്പിൽ കൊണ്ട് കയറ്റി, എന്നിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അന്നത്തെ ദിവസം മൊത്തവും എന്നെ സ്റ്റേഷനിൽ ഇരുത്തി. എന്തിനാണ് എന്നെ ഇരുത്തിയെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനായിട്ട് അവിടെ ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ പാട്ടിട്ട് ആ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടത്താൻ ചെന്നു. അല്ലാതെ ഒരു തെറ്റും ഞാനവിടെ ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാൻ ഒരു പരിപാടി അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് എൻ്റെ അച്ഛനും അമ്മയും ഞാനും കൂടെ ആ സ്റ്റേഷനിൽ ഇരുന്ന് നേരം വിളിപ്പിച്ച്. ന്യൂ ഇയർ ദിനമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘാടകരും പരിപാടി കാണാൻ എത്തിയവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ സംഭവം. എന്താണ് അവിടെ നടന്നതെന്ന് പരിശോധിക്കും എന്ന് പത്തനംതിട്ട SP R ആനന്ദ് വ്യക്തമാക്കി. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ ഷിജോ, ഇതിപ്പം ഒരു ഡാൻസിയോ വേടനോ ആയിരുന്നെങ്കിൽ ഈ പോലീസുകാർക്ക് ഇങ്ങനെ ചവിട്ടി തെറിപ്പിക്കാനോ സ്റ്റേജിന്റെ ആ ഒരു സ്റ്റെപ്പിന്റെ വാതിക്കെങ്കിലും നിൽക്കാൻ പറ്റുമായിരുന്നോ? ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമായിരുന്നോ? അതിനാരെങ്കിലും സമ്മതിക്കുമോ? അതിന് ഭയം പേടിച്ച് മാറി നിൽക്കല്ലേ ചെയ്യുള്ളൂ. ഇതിപ്പോ ഒരു സാധാരണക്കാരനായതുകൊണ്ട് എന്തു ആകാന്നുള്ള ഒരു വിചാരം അല്ലെ, ഒരു തോന്നല്, അതുകൊണ്ടാണ് ഇത്തരം പരിപാടി കാണിച്ചത് എന്നെനിക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വേടനോ ഡാപ്സിയോ അല്ലെ, അവര് വല്ലതും ആയിരുന്നെങ്കിൽ ഇത്തരം കാണിക്കുമായിരുന്നോ? ഇതിപ്പോ ഒരു സാധാരണക്കാരൻ ആയതുകൊണ്ട് എന്തും കാണിക്കാം. പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ലാപ്ടോപ്പ് ചവിട്ടി തെറിപ്പിച്ച് കളയുന്നത്. എന്താണ് ലോക്കൽ പോലീസിന് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? വിജയകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള വിശദീകരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിന്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട നഗരത്തിൽ ഒരു ക്ലബ്ബ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, ഗാനമേള അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ആ പരിപാടിയിലേക്ക് സ്വയം താൻ അങ്ങോട്ട് വന്നുകൊണ്ട് ഒരു DJ പരിപാടി നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യൂട്യൂബർ അഭിരാം സുന്ദർ ആ ക്ലബിനെ സമീപിക്കുകയും അങ്ങനെ അവിടെ വന്ന് ഏതാണ്ട് 12 മണിക്ക് ശേഷം DJ പരിപാടി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ DJ പരിപാടി തുടങ്ങി ഏതാണ്ട് 1 മണിയോടുകൂടി ഈ DJ പുരോഗമിക്കുന്നതിനിടയിലാണ്
സമയത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേജിലേക്ക് കയറി വരികയും ആ കയറി വന്ന സമയത്ത് തന്നെ DJ അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വരുന്ന സമയത്ത് തന്നെ താൻ ആ DJ നിർത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് അഭിരാം പറയുന്നത്. പക്ഷേ നിർത്തിയ ഉടനെ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേജിലേക്ക് കയറി വന്ന് കാലുകൊണ്ട് തന്റെ ലാപ്ടോപ്പ് ചവിട്ടി തെറിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തന്നെ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് തന്റെ ലാപ്ടോപ്പ് പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടി തെറിപ്പിച്ചതെന്നോ തന്നെ എന്തിനാണ് ഒരു രാത്രി മുഴുവൻ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ആ രാത്രി മുഴുവൻ ന്യൂ ദിനത്തിൽ തന്നെയും തന്റെ ആൾക്കാരെയും എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നുള്ള ഒരു കാര്യമാണ് അഭിരാം സുന്ദർ പറയുന്നത്. അതേസമയം പോലീസ് പറയുന്നത് ഈ പരിപാടി നിശ്ചയിച്ച സമയത്തിന് ശേഷവും നീണ്ടുപോയി. അപ്പോൾ അത്ര നേരത്തേക്ക് 1 മണിക്ക് അപ്പുറത്തേക്ക് ഈ പരിപാടി നടത്താൻ സമയം അനുവദിച്ചിരുന്നില്ല. ആ പരിപാടി നീണ്ടുപോയപ്പോൾ പരിപാടിയുടെ സംഘാടകരും അവിടെ ഈ പരിപാടി കാണുന്ന ആളുകളും തമ്മിൽ നേരിയ സംഘർഷവും വാക്കുതർക്കവും ഒക്കെ ഉണ്ടായി. അപ്പോൾ പോലീസ് ഇടപെട്ടു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഘടന ഉണ്ടായ സമയത്ത് അവരെ നേരിടുകയാണ് ചെയ്തത്. അതിനിടയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ലാപ്ടോപ്പ് തട്ടിത്തെറിപ്പിച്ചത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന കാര്യം അറിയില്ല എന്നുള്ള കാര്യമാണ് പത്തനംതിട്ട SP R ആനന്ദ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് സാഹചര്യത്തിലാണ് ലാപ്ടോപ്പ് കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചത് ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യം പത്തനംതിട്ട SP R ആനന്ദ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംഘാടകരും പരിപാടി കാണാൻ വന്ന ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ പോലീസ് ഇടപെടുകയാണ് ചെയ്തത് എന്നൊരു വിശദീകരണമാണ്. അതേസമയം എനിക്കതേ പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം സംഘാടകർക്കെതിരെയോ അവിടുത്തെ ജനങ്ങൾക്കെതിരെയോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് തീർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ കഷ്ടപ്പെട്ട് ഈ ലെവൽ വരെ എത്തിയ ആ ഒരു കലാകാരന്റെ നെഞ്ചത്ത് കയറിയത്? അവൻ എന്തെങ്കിലും ചെയ്തോ? അവൻ എന്ത് പിഴച്ചു? അവൻ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. അവന്റെ പരിപാടി അവതരിപ്പിക്കാൻ വന്നു. DJ ആർട്ടിസ്റ്റിന്റെ നമുക്ക് ആ വീഡിയോയും കൂടി ഒന്ന് കേട്ടു നോക്കാം. ഈ ഒരു ലാപ്ടോപ്പ് ഒരു പോലീസുകാരൻ ചവിട്ടി പൊട്ടിച്ചതാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു കാണും. ഇത് നമ്മുടെ അനിയൻ പയ്യനാണ് അഭിറാം. ഞാൻ ആ ഒരു വീഡിയോ കണ്ട് എനിക്ക് നല്ല വിഷമം തോന്നിയിട്ട് ഞാൻ അഭിറാമിനെ വിളിച്ചു വരുത്തിയതാണ്. ഒരു ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷേ അവനിത് വേണ്ട എന്നാണ് പറയുന്നത്. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ആരാണോ ഈ ഒരു തെറ്റ് ചെയ്തത് അവരത് തിരുത്തണം. അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടായതല്ല ഈ ഒരു ലാപ്ടോപ്പ്. സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് പല ജോലികൾ ചെയ്ത് കർട്ടൻ വലിക്കാൻ പോയി, സൗണ്ടിൻ്റെ പണി, ലൈറ്റിൻ്റെ പണി, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം ഒരു DJ ആർട്ടിസ്റ്റായിട്ട് മാറി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ച ഒരു ലാപ്ടോപ്പാണിത്. പത്തനംതിട്ടയിലെ DJ പ്രോഗ്രാമിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഒരു പോലീസുകാരൻ ഈ ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിച്ച് ഇവനെ അത്ര ആൾക്കാർക്കിടയിലൂടെ ഇവനെ വലിച്ചു വെച്ചുകൊണ്ട് പോയത്. ചേട്ടാ, അതായത് സമയം കഴിഞ്ഞെങ്കിൽ അവർക്ക് വന്ന് പറയാം, എനിക്ക് വാണിംഗ് തരാം, അല്ലെങ്കിൽ അവർക്ക് നിർത്തിക്കാം. ഓക്കെ, ഇതൊന്നുമില്ല, വാണിംഗ് ഒന്നുമില്ലാതെ പെട്ടെന്ന് കയറി വരുന്നു, ചവിട്ടി പൊട്ടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ അച്ഛനും അമ്മയും ഞാനും കൂടെ ന്യൂ ഇയർ ദിനം മൊത്തം സ്റ്റേഷനിൽ ഇരുന്ന് നേരം വെളുപ്പിക്കുക, എൻ്റെ പേരിൽ ഇല്ലാത്തതായിട്ടുള്ള കേസുകൾ എഴുതി വെക്കുക. ആ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇവനൊരു കലാകാരനാണ്. ഇവൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചാണ് ഇവൻ ചെയ്ത തെറ്റ്. ഇത്രയൊക്കെ ഇവനെ ദ്രോഹിച്ചിട്ട് ഇവൻ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതെ, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ഞാൻ എങ്ങും ആ സാറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ആ സാറിൻ്റെ ഫോട്ടോ പോലും ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചത്. കാരണം എനിക്കൊരു പ്രശ്നത്തിന് പോയി അവരുടെ ഫാമിലിയെ ബാധിക്കുക, അവരുടെ ജോലിയെ ബാധിക്കുക, അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ആവശ്യം എനിക്ക് നീതി കിട്ടണം. എൻ്റെ പേര് ഇല്ലാത്തതായിട്ടുള്ള എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണം. അതുപോലെ എനിക്ക് ആരാണോ ആ ലാപ്ടോപ്പ് പൊട്ടിച്ചത് ആ സാറ് തന്നെ ആ സാറിൻ്റെ കൈ കൊണ്ട് എനിക്ക് ആ ലാപ്പ് തരണം. അത്രേ ഉള്ളൂ. അതും എല്ലാവരുടെയും കാണാൻ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടുത്തെ ഏതെങ്കിലും ഓഫീസിനുള്ളിൽ വെച്ചായാലും മതി. പോലീസുകാരെ നിങ്ങൾ ഇതൊരു ഈഗോ ആയിട്ട് കാണുമൊന്നും വേണ്ട. അവനെന്ന് പറഞ്ഞാൽ ഞാൻ അവന് ലാപ്ടോപ്പ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അങ്ങനെയല്ല വേണ്ട. അവൻ അത്രയും കഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനം അവൻ അങ്ങനെ തന്നെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവൻ ഈ പറയുന്നത്. ഇത് മുഖ്യമന്ത്രി വരെ ഇടപെട്ട കേസായതുകൊണ്ടും തെളിവുകളെല്ലാം ഇവൻ്റെ കയ്യിലുള്ളത് കൊണ്ടും ഇത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലിയെ തീർച്ചയായിട്ടും ബാധിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇവനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട്. ഇവന് എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പ്രശ്നത്തിന് പോകാൻ ഒരു താല്പര്യമില്ല. നിന്റെ ആവശ്യം ന്യായമായിട്ടുള്ളതാണ്. തെറ്റ് ചെയ്തവർ തെറ്റ് തിരുത്തട്ടെ. നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. നമ്മളെല്ലാവരും നിന്റെ ഈസി ആയിട്ട് കേസ് കൊടുക്കാന്നൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. നിയമ നടപടികളിൽ ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യാവകാശം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ വളരെ മോശമാണ്. നമ്മളെ നാട്ടിൽ നിന്നൊന്നും ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് ഇതിനോടൊന്നും പറയാനില്ല.